ഏവർക്കും ഇൻസൈറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഓറിയന്റേഷൻ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. ഓക്കെ, അതിൽ 5 സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും ഇന്നത്തെ ക്ലാസ്സിൽ. ഒന്നാമത്തെ സെക്ഷൻ ആണ് എക്സാമിനെ പറ്റി. എക്സാംസ്, ഏതൊക്കെ എക്സാംസ് ആണ് ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് അല്ലെ ഒരു ഉദ്യോഗാർത്ഥിക്ക് എഴുതാൻ ഏതൊക്കെ എക്സാംസ് ആണ് ഉള്ളത്, ഏതൊക്കെ എക്സാംസ് ഈ വർഷം 2021-22 ഏതൊക്കെ എക്സാംസ് എഴുതാം മുതലായ കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഒരു എക്സാം എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യമാണ് നോട്ടിഫിക്കേഷൻസ്. നോട്ടിഫിക്കേഷൻസ് ആൻഡ് ഡേറ്റ്സ്, അതായത് ഈ എഴുതാൻ, അതായത് 2021-2022 പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഏതൊക്കെ എക്സാംസ് എഴുതാം, അത് എന്ന് എഴുതാം, എന്നത്തേക്ക് അതിന്റെ ഡേറ്റ്സ് വരും, അല്ലെ എന്നത്തേക്കായിരിക്കും അതിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ആകുന്നത് മുതലായ കാര്യങ്ങളും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് രണ്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി ഇത് രണ്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. മൂന്നാമത്തെ കാര്യമാണ് എക്സാം പാറ്റേൺ. ഈ എക്സാം പാറ്റേൺ അറിഞ്ഞിരുന്നാലേ അതിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിന്റെ പാറ്റേൺ എന്ന് വ്യക്തമായ അറിവുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്യാനും അത് എഴുതാനും സാധിക്കുകയുള്ളൂ. എക്സാം പാറ്റേൺ നാലാമത്തെ കാര്യം, അതും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. നാലാമത്തെ കാര്യമാണ് സിലബസ്. നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിന്റെ സിലബസിനെ പറ്റി നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓരോ സെക്ഷനിൽ നിന്ന് എത്ര മാർക്കുകൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, ഓരോ സിലബസിലെ ഓരോ ടോപ്പിക്കിന്റെയും ഇമ്പോർട്ടൻസ്, അതിൽ നിന്ന് എത്രയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം മുതലായ കാര്യങ്ങൾ നമ്മൾ സിലബസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിന്നും ഡിസ്കസ് ചെയ്യുന്നതാണ്. അഞ്ചാമതായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് സാലറി. ഇത്രയും 5 കാര്യങ്ങളാണ്. അതായത് ബാങ്ക് എക്സാമിന്റെ ഓരോ പോസ്റ്റിലും എത്രയൊക്കെ സാലറി എക്സ്പെക്ട് ചെയ്യാം, എത്രയൊക്കെ ലഭിക്കുന്നുണ്ട് മുതലായ കാര്യങ്ങളാണ് അഞ്ചാമത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെ 5 സെക്ഷൻ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് എക്സാമിനെ പറ്റി, അതായത് ഏതൊക്കെ എക്സാമുകൾ ബാങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് എഴുതാൻ സാധിക്കും എന്നാണ് നമ്മൾ എക്സാം എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട്, നോട്ടിഫിക്കേഷൻ ആൻഡ് ഡേറ്റ്, അതായത് ആ എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം 2021-22 എന്നൊക്കെ വരും, എന്നൊക്കെ ആയിരിക്കും അതിന്റെ എക്സാം, അതാണ് ഈ നോട്ടിഫിക്കേഷൻ ആൻഡ് ഡേറ്റ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമത്തേതാണ് എക്സാം പാറ്റേൺ. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ എക്സാം, ഓരോ എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും, അതിന്റെ പ്രിലിമിനറിയുടെ പാറ്റേൺ എങ്ങനെയായിരിക്കും, പ്രിലിംസിന് എത്ര മാർക്കിലായിരിക്കും പരീക്ഷ മുതലായ കാര്യങ്ങളാണ് ഈ എക്സാം പാറ്റേണിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നാലാമത്തെ സെക്ഷൻ ആണ് സിലബസ്, അതായത് ഈ ബാങ്ക് എക്സാമിന്റെ സിലബസിനെ കുറിച്ച് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. അഞ്ചാമതായിട്ട് ഇതിന്റെ ബെനിഫിറ്റ് ആയിട്ടുള്ള സാലറിയെ പറ്റി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. ഇങ്ങനെ 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഓറിയന്റേഷൻ പോലെയാണ് ഇത്. ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമിനെ കുറിച്ച് നമ്മൾ തന്നെ അറിഞ്ഞിരിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് എക്സാംസ്. ഏതൊക്കെ എക്സാംസ് ആണ് നമുക്ക് 2021-22 അക്കാഡമിക് ഇയറിൽ അല്ലെ ബാങ്കിങ് എക്സാംസിന്റെ കാലയളവിൽ നമുക്ക് എഴുതാൻ സാധിക്കുന്നത്, ഒരു വിദ്യാർത്ഥിക്ക് എത്രമാത്രം എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ഏതൊക്കെ എക്സാംസ് ആണ് നമ്മൾ ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്നത്, ഏതൊക്കെ എക്സാംസ് ആണ് ഈ വർഷം എഴുതാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ എക്സാംസ് എന്ന് പറയുന്ന സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ജനുവരിയിൽ ഒരു എക്സാം വന്നു കഴിഞ്ഞു. ഒന്നാമത്തേതായിരുന്നു SBIയുടെ PO, അതായത് SBIയുടെ ഓഫീസർ പോസ്റ്റിലേക്ക്. ഇത് ജനുവരിയിൽ ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു. ഇപ്പൊ അതിന്റെ എക്സാംസ് നടക്കുകയാണ്, അതിന്റെ ഇന്റർവ്യൂ ഒക്കെ നടക്കുകയാണ്. SBI PO എന്ന് പറയുന്ന എക്സാംസ്
2021 ആദ്യത്തെ എക്സാം ആയിരുന്നു. അത് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇനിയിപ്പം പലരും എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പലരും എഴുതിയിട്ടുണ്ടെന്ന് അറിയാം. അതിന്റെ ഇന്റർവ്യൂ ഷെഡ്യൂൾ ഒക്കെയാണ് ഇപ്പൊ നടക്കുന്നത്. ഇനി ആദ്യത്തെ എക്സാം ആയിരുന്നു SBI PO. രണ്ടാമത്തെ എക്സാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് SBIയുടെ ക്ലർക്കാണ്. അതായത് ഈ SBI POയുടെ എക്സാം കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ SBI ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരു എക്സാക്ട് ഡേറ്റ് ഒന്നും അതിന് പറഞ്ഞിട്ടില്ല. എന്ന് SBI POയുടെ അറൌണ്ട് മാർച്ച് ഏപ്രിലത്തോടെ SBI ക്ലർക്കിന്റെ എക്സാം കാണും എന്നാണ് അനൗദ്യോഗികമായിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത്. SBI ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ കാണുക എന്നുള്ളത്. അതിനുശേഷം മാത്രമേ SBIയുടെ SO എന്ന് പറയുന്ന എക്സാം കാണുകയുള്ളൂ. അതായത് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന എക്സാം SBI ക്ലർക്കിന് ശേഷമായിരിക്കും സാധാരണയായി കാണുന്നത്. ഈ സ്പെഷ്യലിസ്റ്റ് സാധാരണയായിട്ട് എഞ്ചിനീയറിംഗുകാർക്കും IT-കാർക്കും അല്ലെങ്കിൽ സിവിലുകാർക്ക് അങ്ങനെ മുതലായവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ്. അതായത് സ്പെഷ്യലിസ്റ്റ് എഞ്ചിനീയറിംഗ് ടോപ്പിക് EC, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, IT അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഈ SO SBIയുടെ തന്നെ എഞ്ചിനീയറിംഗ് സെക്ഷനിലേക്ക് വരുന്ന ഒരു എക്സാം ആണ് SOയുടെ എക്സാം. ഇതിന്റെ പ്രിലിമിനറിന്റെ എക്സാമിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി ഈ 3 എക്സാം ആണ് ഈ വർഷം SBI കണ്ടക്ട് ചെയ്യാനിരുന്നത്. അതിൽ ഓൾറെഡി PO വിളിച്ചു കഴിഞ്ഞു. ഇനി ക്ലർക്കും വിളിക്കും, SOയും വിളിക്കും. ഓക്കെ, അടുത്ത ഒരു സെക്ഷൻ ആണ് IBPS. IBPSന്റെ അതായത് നാലാമത്തെ ഒരു എക്സാം ആയിട്ട് പറയാൻ പറ്റും. IBPSന്റെ 2 എക്സാം അവർ നടത്താറുണ്ട്. ഒന്ന് POയും നടത്തും, ക്ലർക്കും നടത്തും. ഈ 2 എക്സാമിന്റെയും എക്സാം ഡേറ്റുകളും ഓൾറെഡി വന്നിട്ടുണ്ട്. ജൂണിലത്തേക്കൊക്കെയാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ജൂൺ 2021 ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരും. ഇതിന്റെ എക്സാമും ടെന്റേറ്റീവ് ആയിട്ട് ആ നോട്ടിഫിക്കേഷൻ അത് പറയുന്നുണ്ട്. ക്ലർക്കും ഏകദേശം ജൂണിൽ തന്നെയാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ആകുന്നത്. ഓക്കെ, നോട്ടിഫിക്കേഷൻ റിലീസ് ആകുന്നത്. ഇതിന്റെ എക്സാംസും 2021 നവംബറിലത്തേക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നവംബർ മാസത്തേക്കാണ് ഇതിന്റെ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നവംബർ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ അത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, IBPSന്റെ PO അതായത് നാഷണലൈസ്ഡ് ബാങ്കിലേക്ക്, കാനറ ബാങ്ക് മുതലായ നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്കുള്ള എക്സാം ആണ് IBPSന്റെ POയും ക്ലർക്കും. ഇനി അഞ്ചാമതായിട്ട് ഈ വർഷം കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ് IBPSന്റെ RRB, അതായത് റീജിയണൽ റൂറൽ ബാങ്ക് എന്നാണ്. അതായത് നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്കിലെ ഗ്രാമീൺ ബാങ്ക് പോലുള്ള ബാങ്കുകളിലേക്കുള്ള എക്സാം ആണ് RRBയുടെ എക്സാം. അവർക്കും 2 എക്സാം ഉണ്ട്, POയും ക്ലർക്കും. ഇതിന്റെ നോട്ടിഫിക്കേഷന്റെ ഡേറ്റും എക്സാം ഡേറ്റും ഒക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ജൂൺ ജൂലൈയിലത്തേക്കാണ് നോട്ടിഫിക്കേഷൻ. സെപ്റ്റംബറിലത്തേക്ക് എക്സാം കാണും. അതായത് എക്സാക്ട് ഡേറ്റ് ഇതിന് വന്നിട്ടുണ്ട്. ഞാനത് എക്സാക്ട് ഡേറ്റ് അല്ല പറഞ്ഞിരിക്കുന്നത്, ഒരു അറൌണ്ട് ഇത് മന്തിലൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. IBPSന്റെ POയും ക്ലർക്കും. IBPSന്റെ തന്നെ SOയും ഉണ്ട്. ഇതിന്റെ തന്നെ SOയും വിളിക്കാറുണ്ട്. SO ഡിസംബറിലത്തേക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. SOനെ വിളിക്കാറുള്ളതാണ്. ഗ്രാമീൺ ബാങ്കിലും SO വിളിക്കാറുണ്ട്. പക്ഷെ വേക്കൻസീസ് SOയ്ക്ക് ഗ്രാമീൺ ബാങ്കിൽ കുറവായിരിക്കും. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. പിന്നെ ആറാമതായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ് RBIയുടെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ. അതിന്റെ ഗ്രേഡ് B പോസ്റ്റ് ഇപ്പോൾ ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. അതിന്റെ ക്ലർക്ക് എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് പോസ്റ്റ് വിളിക്കും. അസിസ്റ്റന്റ് പോസ്റ്റ് ഈ RRBയുടെ ഗ്രേഡ് ബി അതായത് ഓഫീസർ റാങ്കിലുള്ള ഇപ്പൊ വിളിച്ചിരിക്കുന്ന ഈ എക്സാം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ അസിസ്റ്റന്റും വിളിക്കുന്നതാണ്. പിന്നെ ഈ വർഷം എക്സ്പെക്ട് ചെയ്യാവുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം ആണ് LIC WAO. ഏകദേശം 3-4 വർഷമായി നോട്ടിഫിക്കേഷൻ വന്നിട്ട്. അതുകൊണ്ട് തന്നെ 2021 ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഉറപ്പായും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ പല ഇൻഷുറൻസ് കമ്പനികളുടെയും എക്സാംസ് ഒരുപാട് കാലമായിട്ട് നടന്നിട്ടില്ല. അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനികൾ, പക്ഷെ ഇതിന്റെ ഒരു എക്സാക്ട് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യപ്പെടും 2021-22
എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് ഇൻഷുറൻസ് കമ്പനികളുടെ. അതിൽ LIC WO ഏതാണ്ട് വിളിക്കുമെന്ന് ഏറെക്കുറെ തന്നെ ഉറപ്പായിട്ടുണ്ട്. LICയുടെ AO അതായത് ഓഫീസർ പോസ്റ്റ് ഈ വർഷം അവസാനത്തേക്കേ കാണുകയുള്ളൂ എന്നും പറയുന്നു. എനിവേ WO ഉറപ്പായും ഈ ജൂൺ ജൂലൈ സമയങ്ങളിൽ വിളിക്കുന്നതുമായിരിക്കും. രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു, നോട്ടിഫിക്കേഷൻ ആൻഡ് ഡേറ്റ്സ്. നോട്ടിഫിക്കേഷനെ കുറിച്ചും ഡേറ്റിനെ കുറിച്ചുമാണ്. നോട്ടിഫിക്കേഷൻ ആൻഡ് ഡേറ്റ്സ്, എക്സാമിന്റെ ഡേറ്റ്സിനെ കുറിച്ചും അല്ലെ അതിന്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചുമാണ്. ഓൾറെഡി IBPS ഒരു എക്സാം കലണ്ടർ എല്ലാ വർഷവും ഇറക്കുന്നതാണ്. എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2021 to 2022 വരുന്ന എക്സാം കലണ്ടർ ആണ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എക്സാമിന്റെ ഡേറ്റുകളും അല്ലെ അത് എന്നത്തേക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം തന്നെ RRB IBPS-ന്റെ RRB-യുടെ ഞാൻ ഓൾറെഡി പറഞ്ഞു. RRB എന്ന് പറഞ്ഞാൽ ഗ്രാമീൺ ബാങ്ക് 2 പരീക്ഷയാണ് നടത്തുന്നത്. ഏതൊക്കെയാണ്? PO ലെവലിലും ക്ലറിക്കൽ ലെവലിലും. PO ലെവലിലും ക്ലറിക്കൽ ലെവലിലും 2 പരീക്ഷയാണ് നടത്തുന്നത്. ഇതിന്റെ എക്സാം ഡേറ്റും അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ എക്സാം ഡേറ്റ് അതായത് ക്ലർക്കിന്റെ 1/8/2021 മുതൽ 14/8/2021 വരെയാണ്. 1/8/2021 മുതൽ 14/8/2021 വരെയാണ് IBPS-ന്റെ RRB-യുടെ അതായത് ഗ്രാമീൺ ബാങ്കിന്റെ എക്സാം ഡേറ്റ്. അതായത് ഏകദേശം ഒരു ജൂണിലത്തേക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരും. ഒരു ജൂലൈ 8 അതായത് 1/8/2021 മുതൽ 14/8/2021 വരെയുള്ള കാലയളവിൽ അതിന്റെ എക്സാമും കണ്ടക്ട് ചെയ്യും. എന്നാൽ ഇതിന്റെ ഓഫീസർ പോസ്റ്റിലേക്കുള്ള എക്സാം ഈ 14-ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവർ ആ എക്സാം കറക്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. 14/8-ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് 21/8/2021 കംപ്ലീറ്റ് ചെയ്യും. മെയിനായിട്ട് 21/8-ൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഗ്രാമീൺ ബാങ്കിന്റെ ഓഫീസറിന്റെ ഡേറ്റും ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കിത് ജൂൺ ജൂലൈയിലേക്ക് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്ന നോട്ടിഫിക്കേഷനുകളിൽ ഷുവറായിട്ടും വരുന്ന ഒന്നാണ്. കാരണം ഓൾറെഡി ഇത് പബ്ലിഷ് ചെയ്തു, ഇതിന്റെ ഡേറ്റുകൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഒരെണ്ണമാണ് IBPS-ന്റെ തന്നെ PO ക്ലർക്ക് SO. എന്താണ് ഈ എക്സാമുകൾ എന്നൊക്കെ നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞതാണ്. PO ക്ലർക്ക് SO. ഓക്കെ, ഇതിന്റെ ഡേറ്റും IBPS ഡിക്ലെയർ ചെയ്യുന്നത്. അതായത് പ്രിലിമിനറിയിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ. ഈ പ്രിലിമിനറി കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ മെയിൻസ് അല്ലെ 3 ആഴ്ചക്കുള്ളിൽ തന്നെ മെയിൻസും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, പ്രിലിമിനറിയുടെ ക്ലറിക്കലിന്റെ ഡേറ്റ് തുടങ്ങുന്നത് 28/8/2021 മുതൽ 5/9/2001 വരെയാണ്. അതായത് ഈ ഡേറ്റുകൾക്കിടയിൽ ഇത് PO അല്ല, ക്ലർക്കാണ്. ഓക്കെ, ക്ലർക്കിന്റെ എക്സാം ആണ്. ഓക്കെ, ഈ ഡേറ്റുകളിൽ നടക്കുന്നത് 28/8/2021 മുതൽ 5/9/2021 വരെ. എന്നാൽ POയുടെ ഡേറ്റ് എന്ന് പറയുന്നത് ക്ലർക്കിനേക്കാൾ മുന്നേ ആയിരിക്കും. എപ്പോഴും മുന്നേ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ സാധാരണയായിട്ട് മുന്നെയാണ് വരാറ്. ഇപ്രാവശ്യം ഒരു മാറ്റം വന്നിരിക്കുന്നത് ക്ലർക്ക് കഴിഞ്ഞിട്ടാണ് POയുടെ എക്സാം എന്നുള്ളതാണ്. 9/10/2011 മുതൽ
17/10/2021 വരെയാണ് പിഒയുടെ ഡേറ്റ്. എന്നാൽ സ്പെഷ്യലിസ്റ്റിന്റെ ഡേറ്റ് എന്ന് പറയുന്നത്, അതായത് MBA കഴിഞ്ഞവർക്ക്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഒക്കെ ആയിട്ടുള്ള എക്സാം ആണ് 18/12/21 മുതൽ 26/12/21 വരെ. ഓക്കെ, ഞാൻ ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ ഇതിന്റെ എക്സാം IBPS നോട്ടിഫൈ ചെയ്തിരിക്കുന്ന എക്സാം കലണ്ടറും ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് ഫിക്സ് ആയിട്ട് ഈ വർഷം ഓൾറെഡി ഡേറ്റ് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടുള്ള കലണ്ടറുകൾ. ഇതിന്റെ കൂട്ടത്തിലാണ് നമ്മൾ SBI, RBI, LIC മുതലായ എക്സാമുകളും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിന്റെ എക്സാക്ട് ഡേറ്റ് വന്നിട്ടില്ല, പക്ഷെ എനിവേ ജൂൺ ജൂലൈയിലേക്ക് നമുക്ക് ഇതിന്റെ എക്സാമും അല്ലെ ഒരു മാർച്ച് ഏപ്രിലത്തേക്ക് ഇതിന്റെ എക്സാം ഡേറ്റും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിന്റെ എക്സാം ഡേറ്റിനെ പറ്റി പറയാനുള്ളത്. മൂന്നാമത്തെ സെക്ഷൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് എക്സാം പാറ്റേൺ. എക്സാം പാറ്റേൺ ഒരു എക്സാം എഴുതുന്ന വിദ്യാർത്ഥി തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ് താൻ എഴുതാൻ പോകുന്ന എക്സാമിന്റെ പാറ്റേൺ. എങ്ങനെയാണ് ആ എക്സാം? ബാങ്ക് എക്സാംസ് അതിന്റെ എക്സാം മെയിൻ ആയിട്ട് 2 സെക്ഷൻ ആയിട്ടാണ്. പ്രിലിം എന്നും മെയിൻസ് എന്നും പറഞ്ഞ് 2 സെക്ഷൻ ആയിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, പ്രിലിമിനറി എന്നും മെയിൻസ് എന്നും പറഞ്ഞ് 2 സെക്ഷൻ ആയിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അതിൽ ആദ്യം നമുക്ക് പ്രിലിമിനറി സെക്ഷനെ കുറിച്ച് ഒന്ന് നോക്കാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പ്രിലിമിനറി സെക്ഷനെ കുറിച്ച് നമുക്ക് നോക്കണം. ഓക്കെ, പ്രിലിമിനറിയുടെ പാറ്റേൺ എന്താണ്, എന്തൊക്കെ ചോദ്യങ്ങളാണ്, എത്രമാത്രമാണ് അത് ചോദിക്കുന്നത് എന്നുമെല്ലാം പ്രിലിമിനറിയുടെ കാര്യങ്ങൾ നോക്കണം. പ്രിലിംസ്, ഈ പ്രിലിംസ് 3 സെക്ഷൻ ആണ് പ്രിലിമിനറിക്കുള്ളത്. 1, 2, 3 സെക്ഷൻ ആണ് പ്രിലിമിനറിക്കുള്ളത്. ഒന്നാമത്തെ സെക്ഷൻ ആണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണും, അതായത് ഇംഗ്ലീഷിലെ ചോദ്യങ്ങളായിരിക്കും ആ സെക്ഷനകത്ത്. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ചോദ്യങ്ങൾ. 2 ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആണ്. മൂന്നാമത്തെ സെക്ഷൻ ആണ് റീസണിങ്. റീസണിങ് എന്ന് പറയുന്ന ഒരു സെക്ഷനും കാണും. ഇങ്ങനെ 3 സെക്ഷൻസ് ചേരുന്നതാണ് പ്രിലിമിനറി എക്സാമിന്റെ പാറ്റേൺ. അതിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് എത്ര ചോദ്യം ഉണ്ടായിരിക്കും അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സെക്ഷനിൽ നിന്നും 30 ചോദ്യം ഉണ്ടായിരിക്കും. എന്നാൽ ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് 35 ചോദ്യവും ഉണ്ടായിരിക്കും. റീസണിങ് എബിലിറ്റി എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നും 35 ചോദ്യവും ഉണ്ടായിരിക്കും. ടോട്ടല് 100 ചോദ്യവും ഉണ്ടായിരിക്കും. ഇതിന്റെ മാർക്ക് ഈക്വൽ ആണ്. മാർക്ക് എന്ന് പറയുന്നത് ഇംഗ്ലീഷിന് 30 മാർക്കും ന്യൂമറിക്കൽ എബിലിറ്റിക്ക് 35 മാർക്കും റീസണിങ്ങിന് 35 മാർക്കും. ടോട്ടല് 100ലാണ് പ്രിലിമിനറി എക്സാം നടക്കുന്നത്. ഇതിന് എത്ര സമയം, ടൈം, എത്ര ഡ്യൂറേഷൻ ഉണ്ട് ഈ എക്സാം എഴുതാൻ, അല്ലെ ഓരോ സെക്ഷനും എത്ര ഡ്യൂറേഷൻ വെച്ച് ലഭിക്കുന്നുണ്ട് എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷ് സെക്ഷൻ എഴുതാൻ ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നത് 20 മിനിറ്റ് ആണ്. 20 മിനിറ്റ് കൊണ്ട് ഈ 30 ചോദ്യം അറ്റൻഡ് ചെയ്തിരിക്കണം, അല്ലെ അറ്റൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. 20 മിനിറ്റ്. ഓക്കെ, ന്യൂമറിക്കൽ എബിലിറ്റി അറ്റൻഡ് ചെയ്യാനും 20 മിനിറ്റ് തന്നെയാണ്. റീസണിങ് അറ്റൻഡ് ചെയ്യാനും 20 മിനിറ്റ് തന്നെയാണ്. ടോട്ടല് 60 മിനിറ്റ്, അല്ലെ 1 മണിക്കൂറാണ് ഈ പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട് ഉള്ളത്. ഒന്നും കൂടി വളരെ ക്ലിയർ ആയിട്ട് പറയാം. 3 സെക്ഷൻസ് ആണ് പ്രിലിമിനറിക്ക് ഉള്ളത്. ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ്, ഇങ്ങനെ 3 സെക്ഷൻസ് ആണ് ഇതിനുള്ളത്.
അത് ഇംഗ്ലീഷിന് 30 ചോദ്യവും ന്യൂമറിക്കൽ എബിലിറ്റിക്ക് 35 ചോദ്യവും റീസണിങ്ങിന് 35 ചോദ്യവും ടോട്ടൽ 100 ചോദ്യവും. എത്ര മാർക്കിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ 100ലാണ്, റീസണിങ് 35, ന്യൂമറിക്കൽ എബിലിറ്റി 35, ഇംഗ്ലീഷും 35. ഇതിന് ടോട്ടൽ അതായത് ഇൻഡിവിജ്വൽ ടൈം ഉണ്ട്. അതായത് ഇംഗ്ലീഷ് എഴുതാൻ ആകെ 20 മിനിറ്റ് ലഭിക്കുകയുള്ളൂ. 20 മിനിറ്റ് കഴിയുമ്പോൾ കമ്പ്യൂട്ടർ ആയത് കാരണം ഓട്ടോമാറ്റിക്കലി അടുത്ത സെക്ഷനിലേക്ക് അടുത്ത 20 മിനിറ്റ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ എബിലിറ്റി എഴുതാനാണ്. തിരിച്ച് നമുക്ക് ഇംഗ്ലീഷ് എഴുതാൻ പോകാൻ സാധിക്കില്ല. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം ചെയ്ത് വെച്ചിരിക്കുന്നത്. റീസണിങ് എഴുതാനും 20 മിനിറ്റ്, 20 മിനിറ്റ് കൊണ്ട് 35 ചോദ്യത്തിൽ എത്ര ചോദ്യം ചെയ്യാൻ പറ്റുന്നോ അത്രയും ചെയ്യണം. ടോട്ടൽ 60 മിനിറ്റും കിട്ടും. ഇതാണ് ഒരു ബാങ്ക് എക്സാമിന്റെ പ്രിലിമിനറി സെക്ഷന്റെ പാറ്റേൺ. ഈ പാറ്റേണിലായിരിക്കും ഓൾമോസ്റ്റ് എല്ലാ ബാങ്ക് എക്സാമിന്റെയും തന്നെ പ്രിലിമിനറി വരിക. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 2 സെക്ഷൻ ആയിട്ടാണ് പ്രിലിമെന്നും മെയിൻസ് എന്നും പറഞ്ഞ 2 സെക്ഷൻ ആയിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ പ്രിലിമിനറി സെക്ഷന്റെ എക്സാം പാറ്റേൺ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത സെക്ഷൻ ആണ് മെയിൻസിനെ പറ്റി. നമ്മൾ പ്രിലിമിനറി പറ്റി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ മെയിൻസിന്റെ SBIക്ക് വേറൊരു ജസ്റ്റ് ഒരു പാറ്റേണിൽ ഒരു ചേഞ്ച് ആണ്. ഇനി ഓൾമോസ്റ്റ് IBPSന്റെ മെയിൻസിന്റെ അതേ പാറ്റേൺ ഒക്കെ തന്നെ ആയിരിക്കും എല്ലാ എക്സാമുകളും ഫോളോ ചെയ്യാറ്. സോ IBPSന്റെ എക്സാം പാറ്റേണിനെ പറ്റി നമുക്കൊന്ന്, അത് എക്സാമിന്റെ മെയിൻസിന്റെ പാറ്റേണിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. മെയിൻ ആയിട്ട് 4 സെക്ഷൻസ് ആണ് ഈ മെയിൻസ് എക്സാമിന് ഉള്ളത്. 1, 2, 3, 4 സെക്ഷൻസ് ആണ് ഉള്ളത്. അതിൽ ആദ്യത്തെ സെക്ഷൻ ആണ് നമ്മൾ നേരത്തെ പ്രിലിമിനറിക്ക് കണ്ടിരുന്നു, റീസണിങ് എന്ന്. റീസണിങ് മാത്രമല്ല, റീസണിങ് ആൻഡ് കമ്പ്യൂട്ടറും, അതായത് കമ്പ്യൂട്ടർ നോളജും ഈ ഒന്നാമത്തെ സെക്ഷനകത്ത് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, എത്ര ചോദ്യം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 45 ചോദ്യവും റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ സെക്ഷനിൽ നിന്ന് ഉണ്ടായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ സെക്ഷൻ ആണ് ഇംഗ്ലീഷ്. അതായത് പ്രിലിമിനറിയുടെ അതേ ഇംഗ്ലീഷ് തന്നെയാണ്. ഇംഗ്ലീഷ് ഇതിനകത്ത് ചോദ്യം 35 ചോദ്യം ഉണ്ടായിരിക്കുന്നതാണ്. മൂന്നാമത്തെ സെഷൻ ആണ് ഡേറ്റ അനാലിസിസ്, അതായത് കണക്കാണ് ഉദ്ദേശിക്കുന്നത്, അനാലിസിസ്. ഇതിനകത്തുനിന്നും 35 ചോദ്യം ഉണ്ടായിരിക്കും. നാലാമത്തെ സെക്ഷൻ ആണ് ജനറൽ അവയർനെസ് എന്ന്. ഈ ജനറൽ അവയർനെസ്സിൽ ഉദ്ദേശിക്കുന്നത് എക്കണോമിക്കൽ ജനറൽ അവയർനെസ് ആണ്, അല്ലാതെ PSC പോലത്തെ ഒന്നുമല്ല. എക്കണോമിക്കൽ ജനറൽ അവയർനെസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്നും 40 ചോദ്യവും ഉണ്ടായിരിക്കും. ഇതാണ് എക്സാമിന്റെ മെയിൻസിന്റെ ചോദ്യങ്ങളുടെ എണ്ണം. എന്നാൽ ഇതിന്റെ മാർക്ക് വ്യത്യാസമാണ്. ഇത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൽ മാർക്ക് എന്ന് പറയുന്നത് ഡിഫറന്റ് ആണ്. അതായത് റീസണിങ്ങിന് മാർക്ക് എന്ന് പറയുന്നത് 45 ചോദ്യത്തിന് 60 മാർക്കാണ്. ചില ചോദ്യങ്ങൾക്കൊക്കെ മാർക്ക് വ്യത്യാസം ഉണ്ടാകാം. ടഫായിട്ടുള്ള ചോദ്യമാണെങ്കിൽ മാർക്കിന് വ്യത്യാസം ഉണ്ടാകും. എനിവേ മാക്സിമം മാർക്ക് 60 മാർക്കാണ്. ഇംഗ്ലീഷിന്റെ മാർക്ക് 35 ചോദ്യത്തിൽ നിന്നും 40 മാർക്കാണ്. അതായത് QAക്ക് 35 ചോദ്യത്തിൽ നിന്നും മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 60 മാർക്കാണ്. GK ജനറൽ അവയർനെസ്, ഇതിന്റെ മാർക്ക് എന്ന് പറയുന്നത് 40 മാർക്കാണ്. അതായത് ടോട്ടല് 155 ചോദ്യവും 200 മാർക്കുമാണ് ടോട്ടല്. ഓക്കെ, 200 മാർക്കും ആണ് ടോട്ടൽ. അതായത് 155 ചോദ്യം ഉണ്ടായിരിക്കും, 200 മാർക്കും ഉണ്ടായിരിക്കും. ഇതിന് ടൈം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ നേരത്തെ പ്രിലിമിനറിയുടെ പോലെ തന്നെ ടൈം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ സെക്ഷൻ എഴുതാനും. അതിൽ റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ എഴുതാനായിട്ട് 60 മിനിറ്റ് ആണ് കിട്ടുന്നത്. എന്നാൽ ഇംഗ്ലീഷ് എഴുതാനായിട്ട് 40 മിനിറ്റും ഡാറ്റ അനാലിസിസ് അതായത് മാത്സ് എഴുതാനായിട്ട് 45 മിനിറ്റും GK അതായത് ജനറൽ അവയർനെസ് എഴുതാനായിട്ട്
35 മിനിറ്റുമാണ് അനുവദിച്ചിട്ടുള്ളത്. അതായത് ടോട്ടല് 180 മിനിറ്റ് പരീക്ഷ ഉണ്ടാകും. ഇതൊരു സെക്ഷനാണ്, അതായത് മെയിൻസിന്റെ ഒരു സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ. ഇത് കൂടാതെ മെയിൻസിന് ഒരു സെക്ഷനും കൂടിയുണ്ട്. ഇത് ഫസ്റ്റ് സെക്ഷൻ ആണെങ്കിൽ, ഇതൊരു ഫസ്റ്റ് സെക്ഷൻ നമുക്ക് പറയാമെങ്കിൽ ഇതിന്റെ രണ്ടാമത്തെ ഒരു സെക്ഷൻ ആണ് എസ്സേ റൈറ്റിംഗ് പോലെ. എസ്സേ റൈറ്റിംഗ് ഇല്ല, ഇറ്റ്സ് ജസ്റ്റ് ഒരു ലെറ്റർ എഴുതാനോ അങ്ങനെ ഒരു ചോദ്യമേ ചോദിക്കാറുള്ളൂ. സാധാരണ 2 ചോദ്യമാണ് ചോദിക്കാറ്, ലെറ്റർ എഴുതാനൊക്കെ ഉള്ളൂ. വലിയ ടഫായിട്ടുള്ള സെക്ഷൻ ഒന്നുമല്ല. 25 മാർക്കാണ് ആ ഒരു സെക്ഷൻ ഉള്ളത്. ഇംഗ്ലീഷിൽ വേണം ഒരു ലെറ്റർ എഴുതാന്, അല്ലെങ്കിൽ ഒരു എസ്സേ എഴുതാന്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്. ഓക്കെ, രണ്ട് ചോദ്യങ്ങളാണ് അതിനകത്തും ചോദിക്കാറ്. ഒന്നെങ്കിൽ എസ്സേ എഴുതാന്, അല്ലെങ്കിൽ ലെറ്ററോ അങ്ങനെ എന്തെങ്കിലും എഴുതാനാണ് ചോദിക്കാറ്. 2 ചോദ്യമാണ് അതിനകത്ത് ചോദിക്കാറ്. 25 മാർക്കാണ് അതിന് 30 മിനിറ്റും തന്നിട്ടുണ്ട്. വലിയ ടഫായിട്ടുള്ള സെക്ഷൻ ഒന്നും അല്ല ഈ രണ്ടാമത്തെ സെക്ഷൻ. ഇത് മെയിൻസിന്റെ ഭാഗം തന്നെയാണ് ഈ ഒരു സെക്ഷന്. ഓക്കെ, ഈ ഒരു സെക്ഷനും മെയിൻസിന്റെ ഭാഗം തന്നെയാണ്. ഇതാണ് മെയിൻസ്. നാലാമതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ എക്സാമിന്റെ സിലബസിനെ പറ്റിയാണ്. ഓക്കെ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രിലിമിനറിയുടെ സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രിലിമിനറിക്ക് 3 സെക്ഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് റീസണിങ്, ഇംഗ്ലീഷ്, QA അല്ലെ മാത്സ്. ഓക്കെ, അതിൽ റീസണിങ് സെക്ഷനിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. ഒന്നാമത്തേതാണ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. രണ്ടാമത്തേതാണ് പസിൽസ്. ഉറപ്പായും ഒരു 10 മാർക്ക് ചോദ്യമെങ്കിലും പസിൽസിൽ നിന്ന് ആയിരിക്കും. അതായത് 35 മാർക്കിൽ 10 മാർക്കെങ്കിലും പസിൽസിൽ നിന്ന്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. അടുത്തതാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. നാലാമത്തേതാണ് റാങ്കിങ് ആൻഡ് ഓർഡർ. ഓക്കെ, അഞ്ചാമത്തെ സെക്ഷൻ ആണ് സിലോജിസം. ആറാമത്തെ സെക്ഷൻ ആണ് ഡേറ്റ സഫിഷ്യൻസി. പിന്നെ ഉള്ള ഒരു ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് ഏഴാമത്തെ ഇൻഇക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സെക്ഷനും പ്രിലിമിനറിക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു സെക്ഷൻ ആണ്. ഓക്കെ, മെയിൻ ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 7 സെക്ഷൻസ് ആണ് പ്രിലിമിനറിക്ക് റീസണിംഗിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ഇത്രയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് റീസണിംഗിൽ നിന്ന്. ഓക്കെ, ഇനി ഇംഗ്ലീഷിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന സെക്ഷൻസ് ആണ്. ഒന്നാമത്തേത് റീഡിംഗ് കോംപ്രഹെൻഷൻ, RC. റീഡിംഗ് കോംപ്രഹെൻഷനിൽ നിന്ന് ഒരു 10 ചോദ്യം ഉണ്ടായിരിക്കും, തീർച്ചയായും കാണും. രണ്ടാമത്തേതാണ് ക്ലോസ് ടെസ്റ്റിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മൂന്നാമത്തേതാണ് ഈ ക്ലോസ് ടെസ്റ്റ് തന്നെയാണ് ഈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞ് ചോദിക്കാറ്. ഓക്കെ, ടെൻസ്, അതായത് ഗ്രാമർ റൂൾസിൽ നിന്നും ടെൻസിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതായത് ഇറർ സ്പോട്ടിംഗ് മുതലായവയൊക്കെ ആയിരിക്കും ടെൻസിൽ നിന്ന് ചോദിക്കാറ്. പിന്നെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഇഡിയംസിൽ നിന്നും ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സെന്റൻസ് റീഅറേഞ്ച്മെന്റ്, അതും ഈ പ്രിലിമിനറിയുടെ ഇംഗ്ലീഷ് സെക്ഷനിൽ ചോദിക്കുന്ന ഒരു സെക്ഷൻ ആണ്. സെന്റൻസ് റീഅറേഞ്ച് ചെയ്യുക, അതായത് ഒരു
ഓർഡർ തെറ്റിച്ച് ഇത് തന്നിട്ട് അതിന്റെ ആക്കുക എന്നായിരിക്കും സെന്റൻസ് റീഅറേഞ്ച്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയും സെക്ഷൻസ് ആണ് പ്രിലിമിനറിക്ക് ഇംഗ്ലീഷിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്നത്. എന്നാൽ മാത്സിലേക്ക് വരുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട സെക്ഷൻസിൽ ഒന്നാണ് സിംപ്ലിഫിക്കേഷൻ. അതും ബാങ്കിന്റെ ലെവലിൽ നിന്നുകൊണ്ടുള്ള സിംപ്ലിഫിക്കേഷൻസ് ആയിരിക്കണം പഠിക്കേണ്ടത്. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് നമ്പർ സീരീസ്. അതായത് വിച്ച് വൺ ഈസ് ദ ഓഡ് വൺ ഔട്ട്, അങ്ങനെ മുതലായ നമ്പർ സീരീസ് അല്ലെങ്കിൽ ഫിൽ ദ നമ്പർ സീരീസ്, അങ്ങനെ ഉള്ള ചോദ്യങ്ങളും എക്സ്പെക്ട് ചെയ്യാം. മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞ സൊല്യൂഷൻസ് സോൾവ് ചെയ്യാൻ മൂന്നാമത് കാണും. പിന്നെ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഏജിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ, ബോട്ട് ആൻഡ് സ്ട്രീം. അടുത്തൊരു ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറഞ്ഞ സെക്ഷൻ. ഓക്കെ, ആറാമത്തെ സെക്ഷൻ ആണ് സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ് മുതലായ ഒരു സെക്ഷൻ. ഓക്കെ, പിന്നെ വേറെ വരുന്ന ഒരു ക്യൂക്കകത്ത് വരുന്ന ഒരു സെക്ഷൻ ആണ് ഏഴാമത്തെ ഒരു സെക്ഷൻ ആയിട്ട് ടൈം ആൻഡ് വർക്ക് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കാണാം. പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റിനെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെയും സംബന്ധിക്കുന്ന ചോദ്യങ്ങളും കാണാം. ഇത്രയുമാണ് പ്രിലിമിനറിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള സെക്ഷൻസ്. ഓക്കെ, ഇതിൽ കൂടുതൽ ടോപ്പിക്കുകളുണ്ട്, വൺ ബൈ വൺ ആയിട്ട് നോക്കുക തന്നെ ചെയ്യാം. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഉദ്യോഗാർത്ഥി പ്രിപ്പയർ ചെയ്തിരിക്കേണ്ട ആദ്യ 7 വരുന്ന അല്ലെ ആദ്യ 8 വരുന്ന കുറച്ച് ടോപ്പിക്കുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രിലിമിനറിയുടെ കാര്യത്തിലാണ്. ഇതേ പാറ്റേൺ തന്നെയാണ് മെയിൻസിന് വരുന്നതെങ്കിലും ചോദ്യങ്ങളുടെ ടഫ്നെസ്സിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അഞ്ചാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാങ്കിലെ സാലറിയെ പറ്റിയാണ്. ഓരോ സ്കെയിലിലും അല്ലെ ഓരോ പോസ്റ്റിലും, ഓഫീസർ പോസ്റ്റിനും ക്ലറിക്കൽ പോസ്റ്റിനും SO പോസ്റ്റിനും ഒക്കെ എത്രയാണ് സാലറി എന്നതാണ് അഞ്ചാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഓരോ ബാങ്കിനും, അതായത് SBIക്ക് ഒരു സ്പെഷ്യൽ സാലറി പാക്കേജ് ആണ്, IBPSന് ഒരു ഡിഫറെന്റ് ആണ്. എനിവേ ഇവർ തമ്മിൽ ഒരു ഗ്രേഡ് പേയിൽ മാത്രമേ അല്ലെ ഒരു ഇൻക്രിമെന്റിൽ മാത്രമുള്ള വ്യത്യാസങ്ങളാണ് SBI IBPS തമ്മില്. LIC മുതലായവയുടെയൊക്കെ സാലറി പാക്കേജുകളാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി SBIയുടെ PO പോസ്റ്റിലേക്ക് വരുന്ന ഒരാൾക്ക് സ്റ്റാർട്ടിങ് അദ്ദേഹം ജോലിയിൽ കയറുമ്പോൾ തന്നെ അറൌണ്ട് 62,000 ഇൻ എ ഹാൻഡ് അദ്ദേഹത്തിന് ലഭിക്കും. 62,000 ക്ലറിക്കൽ പോസ്റ്റിൽ കയറുന്ന ആൾക്ക്, ക്ലറിക്കൽ പോസ്റ്റിലാണ് SBIയിൽ കയറുന്നതെങ്കിൽ അറൌണ്ട് 30,000 ലഭിക്കുന്നതാണ്. IBPSൽ PO ആയിട്ട് കയറുന്ന ഒരാൾക്ക് അറൌണ്ട് 44 ആണ് ഇപ്പോഴത്തെ നെറ്റ്, 44,000 ആണ് ഇപ്പോഴത്തെ നെറ്റ് പറയുന്നത്. എന്നാൽ ക്ലർക്കായിട്ട് കയറുന്ന ഒരാൾക്ക് 24,000 ആണ് നെറ്റ് പറയുന്നത്. എന്നാൽ LICയുടെ AO ആയിട്ട് കയറുന്ന ഒരാൾക്കും 62,000 ആണ് അറൌണ്ട് പറയുന്നത്. ഇതൊരു അറൌണ്ട് ഫിഗർ ആണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റി, ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്ലേസ് ഓഫ് വർക്ക്, ഇതനുസരിച്ച് ഇതിന്റെ സാലറിയിലും ഡിഫറൻസ് വരും. ഇതാണ് ഇപ്പോഴത്തെ 10th ബൈപാർട്ടൺ സെറ്റിൽമെന്റ് അനുസരിച്ച് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സാലറിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ബേസിക് മാത്രമാണ്, അതായത് ജോലിയിൽ കയറുന്ന ഒരാൾക്കാണ്. ഓരോ വർഷവും ഇതിന്റെ ബേസിക് സാലറികളും ഇൻക്രിമെന്റുകളും ഇൻസെന്റീവുകളും എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുക സർവീസ് കൂടുന്നതിനനുസരിച്ച്. എനിവേ ജോലിയിൽ പ്രവേശിക്കുന്ന
ഒരാൾക്ക് ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് മിനിമം ഇത്രയെങ്കിലും കിട്ടിയിരിക്കും. ഇതിൽ ഏറ്റവും നല്ല ബാങ്ക് അല്ലെ ഒരു സെക്ടറുകളാണ് LIC, SBI ഒക്കെ. ഓക്കെ, ഇത് നാഷണലൈസ്ഡ് ബാങ്കിന്റെ കാര്യം. ഇനി വേറൊരു സെക്ഷൻ ബാങ്ക് ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, കാത്തലിക് സിറിയൻ ബാങ്ക്, ഇസാഫ് മുതലായ ഷെഡ്യൂൾഡ് ബാങ്ക്. ഇവരുടെയും സാലറിയിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവർക്ക് എക്സാം ഈ IBPS ഒന്നും അല്ല നടത്തുന്നത്. ഇവർ ഇൻഡിവിജ്വലി തന്നെയാണ് നോട്ടിഫിക്കേഷൻ ഇറക്കാറ്. ഇൻഡിവിജ്വലി സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇൻഡിവിജ്വലി ആണ് നോട്ടിഫിക്കേഷൻ ഇറക്കാറ്. ഫെഡറൽ ബാങ്ക് ഇൻഡിവിജ്വലി ആണ് ഇറക്കാറ്. കാത്തലിക് സിറിയൻ ബാങ്കും ഇൻഡിവിജ്വലി ആയിട്ടാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതൊരു കോമൺ ക്രൈറ്റീരിയ ഒന്നുമില്ല ഈ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക്. റിസർവ് ബാങ്കിന്റെ അംഗീകാരമൊക്കെയുള്ള ബാങ്ക് തന്നെയാണ്. പക്ഷെ ഇവർക്ക് ഒരു കോമൺ ക്രൈറ്റീരിയ ഒന്നുമില്ല. ഇവരുടെ എക്സാം ഇവർ തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. എന്നാൽ കാനറ ബാങ്ക് മുതലായ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് IBPS എന്ന് പറഞ്ഞൊരു ബോർഡും ആണ്. ഇതാണ് ഇതിന്റെ ഡിഫറൻസ്. ഇവരുടെ സാലറിയിൽ ഈ നാഷണലൈസ്ഡ് ബാങ്കിന്റെ അത്രമേലില്ലെങ്കിലും കുറച്ച് കുറവുകൾ വരും. കാരണം ഇൻസെന്റീവിലും ഇൻക്രിമെന്റുകളിലും ഒക്കെ ചെറിയൊരു വ്യത്യാസം ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ഈ സെക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ ബാങ്കിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്ന് തയ്യാറാക്കിയതാണ്. എന്താണ് ബാങ്ക് എക്സാം, എങ്ങനെയാണ് ബാങ്ക് എക്സാം, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഈ കണ്ടിരിക്കുന്നത്. വളരെ ഡീപ്പായിട്ടൊന്നും നമ്മൾ പോയിട്ടില്ല. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ, ഏതൊക്കെ എക്സാംസ് നിങ്ങൾക്ക് എഴുതാം, അതിന്റെ സ്കോപ്പുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെയായിരിക്കും സിലബസ് എന്നാ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. വളരെ ഡീപ്പായിട്ടൊന്നും പോയിട്ടില്ല. അടുത്ത ക്ലാസ്സുകൾ മുതൽ നമുക്ക് ഓരോ സിലബസ് അനുസരിച്ച് ഓരോ ടോപ്പിക്കും തന്നെ പഠിക്കുന്നതാണ്. അതിൽ QA ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ബാക്കിയുള്ള ക്ലാസ്സുകളിലൊക്കെ സാറുമാരെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇന്നത്തെ ഈ സെക്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.